മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷാണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. ഈ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് PSCയുടെ പരീക്ഷയിൽ ഓരോ പരീക്ഷകളിലും അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന പരീക്ഷകളിൽ PSC നമ്മളെ ചതിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ. ഇതിനോടകം തന്നെ PSC അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം 2024 നടന്ന പരീക്ഷകൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ നമുക്കൊരു കെണി ഒരുക്കിക്കൊണ്ട് അല്ലേ, തീർച്ചയായിട്ടും ചോദ്യങ്ങൾ അങ്ങനെ അറിയാനുള്ള സ്വാതന്ത്ര്യം PSCക്കുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പല തരത്തിലുള്ള ചതി നമ്മൾ നേരിടുമ്പോഴും നമ്മൾ ഇനി നടക്കാൻ പോകുന്ന ഇതുപോലുള്ള ഡിഗ്രി ലെവൽ പ്രിലിം എക്സാംസിലൊക്കെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന തരത്തിലുള്ള ചോദ്യങ്ങളെ വെച്ചുകൊണ്ട് നമ്മുടെ പ്രൊഫഷൻസി അളക്കുവാൻ PSC ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഇനി ഏത് തരത്തിൽ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റണം. ആ ഒരു ഉദ്ദേശത്തോടു കൂടി കഴിഞ്ഞ വർഷം 2024 ചോദിച്ച പരീക്ഷകളിൽ നിന്ന് സെലക്ട് ചെയ്ത 20 ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അസിസ്റ്റന്റ്, അതായത് കന്നഡ നോയ് 2024 ഡിസംബർ 21 ചോദിച്ച പരീക്ഷയിലെ ചോദ്യമാണ്. നോക്കുക. ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് വിൽ ഇൻ ദിസ് സെന്റൻസ്. ഈ സെന്റൻസ് ഇവിടെ സെന്റൻസ് തന്നിട്ടുണ്ട്. ആ സെന്റൻസിലെ വിൽ എന്ന് പറയുന്നത് പാർട്സ് ഓഫ് സ്പീച്ചിൽ എന്തിൽ പെടും എന്നുള്ളതാണ്. നമുക്കറിയാം പാർട്സ് ഓഫ് സ്പീച്ച് 8 ഉള്ളത്. ഏതൊക്കെയാണ്? നൗൺ, പ്രൊനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, ആഡ്വർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജെക്ഷൻ. ഇത്രയാണ് നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ച് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ചതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വിൽ നമുക്കറിയാം എന്താണ്? ഓക്സിലറി വെർബിൽ പെടുന്നതാണ് വിൽ. ഏതാ ഓക്സിലറി വെർബാണ്? മോഡൽ ഓക്സിലറി അല്ലെ? മോഡൽ ഓക്സിലറീസിൽ പെടുന്നത് എന്താണ്? വേർഡാണ് വിൽ, അല്ലെങ്കിൽ ആ സഹായക്രിയയാണ് വിൽ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് പൊതുവെ അറിയാവുന്നത് ശരിയാണ്. എന്നാൽ വിൽ എന്നുള്ളത് നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? നൗണായിട്ട് ഉപയോഗിക്കാം. ഏതർത്ഥം കൊടുത്തുകൊണ്ട്? മൈൻഡ് അല്ലെ, മനസ്സ്. എവിടെ മനസ്സുണ്ടോ അവിടെ എന്തുണ്ടെന്ന മാർഗവും ഉണ്ടെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ വിൽ എന്ന് പറയുമ്പോൾ മനസ്സെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നൗൺ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ നൗൺ. പക്ഷെ നമ്മൾ ഈ പറയുന്ന ഒരു വില്ലെന്ന് കാണുമ്പോഴേ നമ്മൾ മനസ്സിലേക്ക് ഈ ഓക്സിലറി വെർബായിരിക്കും വരിക. നോക്കുമ്പോൾ ഇവിടെ അങ്ങനെ ഓക്സിലറി വെർബ് എന്ന് കൊടുത്തിട്ടില്ല, വെർബ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്സിലറി വെർബ് എന്ന് കാണാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ നൺ ഓഫ് ദീസ് ആൻസർ ആയി എഴുതി വെക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു ചതി പറ്റുകയാണ്. ഈ ഒരു ചോദ്യത്തിലൂടെ നമ്മൾ എങ്ങനെ നല്ല രീതിയിൽ വായിച്ച്, വളരെ ക്ലിയറായി വായിച്ച്, ഈ പറയുന്ന സെന്റൻസ് വായിച്ച് മനസ്സിലാക്കാതെ, ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ നമ്മൾ പെട്ടെന്ന് ഷോർട്ട് ട്രിക്കുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് സംഭവിക്കും? നമ്മൾ ഈ D എന്ന് പറയുന്ന ഓപ്ഷൻ ബബിൾ ചെയ്ത് വെക്കും. അപ്പോൾ മനസ്സിലാക്കുക, നമുക്ക് വളരെ എളുപ്പമാണെന്ന് തോന്നിപ്പിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിലൊരു ചതി ഉണ്ടാവും, ഒരു കുരുക്കുണ്ടാവും. അതും കൂടെ വായിച്ച് വ്യക്തമാക്കിയിട്ട് വേണം നമ്മൾ എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ വിൽ എന്താണ്? വിൽ ഇവിടെ എന്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്? നൗൺ ആയിട്ടാണ്. അപ്പം ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കുക. 2024 ഡിസംബർ 14 ക്ലാർക്ക് പോസ്റ്റിൽ നടന്ന ഒരു പരീക്ഷയുടെ ചോദ്യമാണ്. അപ്പൊ ഇതും പാർട്സ് ഓഫ് സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. നോക്കുക. വാക്കിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ്. ഇൻ ദിസ് സെന്റൻസ് വാക്കിംഗ് ഈസ് യൂസ്ഡ് ആസ്. വാക്കിംഗ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്? നമ്മൾ വാക്കിംഗ് എന്ന് കാണുമ്പോൾ നമുക്ക് വെർബായിട്ടാണ് തോന്നുക. നമ്മൾ പെട്ടെന്ന് വെർബ് എഴുതി വെക്കും. പക്ഷെ ശ്രദ്ധിക്കുക, ഇവിടെ അങ്ങനെയാണോ? ഇവിടുത്തെ വെർബ് ഏതാണ്ട് ഈസ് ആണ് ഇവിടുത്തെ വെർബ്. അപ്പം എന്ത് നല്ല എക്സസൈസ് എന്നാണ് പറയുന്നത്? വാക്കിംഗ്. അപ്പൊ ഈ വാക്കിംഗ് എന്തായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്? നൗണായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ING ഫോം നൗണായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ജെറണ്ട് എന്ന് വിളിക്കാം. അപ്പൊ ഈ ജെറണ്ട് എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ്? നൗൺ ഫോം തന്നെയാണ്, അല്ലെങ്കിൽ വെർബൽ നൗൺ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ആൻസർ അപ്പോൾ എന്തായിരിക്കും? നൗൺ എന്നായിരിക്കും. ഇവിടുത്തെ കറക്റ്റ് ആൻസർ നൗൺ. അപ്പൊ ഇത് ശ്രദ്ധിക്കാതെ വാക്കിംഗ് കണ്ടിട്ട് നമ്മൾ വെർബ് എന്ന് എഴുതി വെച്ചിട്ട് പോരും. അങ്ങനെ വരരുത്. ഇതിന്റെ പിന്നിലും ഒരു കുരുക്കുണ്ട്, അല്ലെ? അല്ലെങ്കിൽ ചതിയുണ്ട്. അത് നമുക്ക് ഒറ്റയടിക്ക്
ഇത്തരത്തിൽ വാക്കിംഗ് എന്ന് കാണുമ്പം വെർബായിട്ട് തോന്നും, നമ്മൾ എഴുതി വെക്കും. പക്ഷേ ഈ സെന്റൻസ് വായിച്ചു നോക്കുമ്പോൾ ഇവിടെ വാക്കിംഗ് നൗൺ ആയിട്ടാണ് നിൽക്കുന്നത്. സോ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത് നോക്കുക, മൂന്നാമത്തെ ചോദ്യം. ഇവിടെ പരീക്ഷയുടെ പേരും ഡേറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് വായിക്കുന്നില്ല, നിങ്ങൾക്ക് കാണാം. നോക്കുക, ദ വേർഡ് ബാറ്റ് വിച്ച് ഈസ് എ ബേർഡ് ആൻഡ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ഗെയിംസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ. നമുക്ക് ബാറ്റ് എന്ന് പറയുന്ന വാക്ക് ഒരു ബേർഡായിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഗെയിം ഐറ്റത്തിന് ഉപയോഗിക്കും ബാറ്റ്. അതായത് ക്രിക്കറ്റ് ബാറ്റ് നമ്മൾ പറയത്തില്ലേ. ഇവിടെ നോക്കുമ്പോൾ രണ്ടിൻ്റെ സ്പെല്ലിംഗ് ഒന്നാണ്, ബാറ്റ്. രണ്ടിൻ്റെ സ്പെല്ലിംഗ് ഒന്നാണ്, അതുപോലെ തന്നെ പ്രൊനൗൺസിയേഷനും സെയിം ആണ് അല്ലെ, പ്രൊനൗൺസിയേഷനും സെയിം ആണ്. അപ്പം അത്ര സ്പെല്ലിങ്ങും പ്രൊനൗൺസിയേഷനും സെയിം ആയി വരികയും എന്നാൽ അർത്ഥത്തിന് വ്യത്യാസം വരികയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ളതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് ഹോമോനിം എന്നാണ് പറയുന്നത്. ഹോമോനിം. ഹോമോഫോൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, പ്രൊനൗൺസിയേഷൻ സെയിം ആയിരിക്കും, പക്ഷെ സ്പെല്ലിങ് വ്യത്യസ്തപ്പെട്ട് കിടക്കും, അതുപോലെ തന്നെ അർത്ഥവും വ്യത്യസ്തപ്പെട്ട് കിടക്കും. അങ്ങനെയുള്ള നമ്മൾ ഹോമോഫോൺ എന്ന് പറയുന്നത്. ഉദാഹരണം റൈറ്റ്, RIT, ഈ റൈറ്റും ഉണ്ട് അല്ലെ, RITE റൈറ്റും ഉണ്ട്, WRITE റൈറ്റ്. പിന്നെ പ്രൊനൗൺസിയേഷൻ സെയിം ആണ്, പക്ഷേ സ്പെല്ലിങ് വ്യത്യസ്തമുണ്ട്, അർത്ഥത്തിലും വ്യത്യസ്തമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഹോമോഫോണും. എന്നാൽ ഇത്തരത്തിൽ സ്പെല്ലിങ് സെയിമും പ്രൊനൗൺസിയേഷൻ സെയിമും പക്ഷേ അർത്ഥം വ്യത്യാസം. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഹോമോനിം എന്നാണ് പറയേണ്ടത്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പ്രശ്നം പറ്റിയ ഈ ഹോമോഫോണും ഹോമോനിം തമ്മിലുള്ള വ്യത്യാസമായിരിക്കും. അത് നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ സാധ്യതയുണ്ട്. അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യം തന്നിരിക്കുന്നത്. നമുക്കറിയാം ഒരിക്കലും ഇത് അന്റോണിമോ സിനോണിമോ അല്ല, നമുക്കറിയാം. ഇതിലകത്ത് ഏതായിരിക്കും വരിക എന്നുള്ളതായിരിക്കും ഇവിടെ കൺഫ്യൂഷൻ. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് തെറ്റും. ഇവിടെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ചോദ്യം നോക്കുക, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദ ഓപ്ഷൻസ് ബിലോ. ഇവിടെ തന്നിരിക്കുന്നത് ഏതാണ് ശരിയായ സ്പെല്ലിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നോക്കാം ലീവ്സ്. നമുക്ക് ലീവ്സ് ചിലപ്പോൾ ശരിയായിട്ട് നമുക്ക് തോന്നാം. ലീഫിന്റെ എന്തായിട്ട് പ്ലൂറലായിട്ട് നമുക്ക് ലീവ്സ് നമ്മൾ പറയാറുണ്ട്. നമ്മൾ ധരിച്ചുകൊണ്ട് ചിലപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് എഴുതി വെക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും തെറ്റാണ്. ലീഫിന്റെ പ്ലൂറൽ എന്ത് തന്നെയാണ്, LEAVES, ലീവ്സ് ആണ്. ഇനി ബിലീവ്. ബിലീവ് നോക്കുമ്പോൾ ബിലീവും തെറ്റാണ്. IEI അല്ല, IE എന്നാണ് വരേണ്ടത് ഇവിടെ. ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ DISC ആണ് വരേണ്ടത്. ഓക്കെ, 2 S അല്ല, ഒരു SC എന്നാണ് വരേണ്ടത്. ഇവിടെ നോക്കാം റിസീവ്, ഇതാണ് ശരിയായ സ്പെല്ലിംഗ്, RECEIVE. അപ്പൊ ഇവിടെ ചോദ്യം ശരിയായത് ഏതെന്നാണ്. അപ്പൊ D ആണ് കറക്റ്റ് ആൻസർ. ഇത് നമുക്ക് മനഃപൂർവ്വം തന്നിരിക്കുകയാണ്, നമ്മൾ പെട്ടെന്ന് ഇതെടുത്ത് വെക്കാൻ സാധ്യതയുണ്ട്. അത് തെറ്റാണ്, ഇതാണ് ശരി. ഞാൻ 5ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആഫ്റ്റർ എ ലോങ് എൻക്വയറി ദേ ബോട്ട് ഡാഷ് യോർ ഫ്രം ചെന്നൈ. ഇത് നമ്മളെ കുഴപ്പിക്കുന്ന PSC പലതവണ ഇത്തരത്തിൽ ചോദിച്ചിട്ടുണ്ട്. നമുക്കിത് ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് കാണുമ്പോഴേ അറിയാം. ഓക്കെ, കാരണം നോ ആർട്ടിക്കിൾ എന്നൂടെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ എ ആൻഡ് ദ അല്ലെങ്കിൽ ആൻ എ ദ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് യോ എന്ന് പറയുന്ന വാക്ക്, പക്ഷെ അതിന്റെ സ്പെല്ലിങ് ഇയിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അത് കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആൻ എഴുതി വെക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, ഒരിക്കലും സ്പെല്ലിങ്ങിനെ ബേസ് ചെയ്തല്ല, പ്രൊനൗൺസിയേഷന് എന്താണ് ബേസ് ചെയ്താണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ യോ എന്ന് പറയുമ്പോൾ യാ എന്ന് പറയുന്ന വ്യഞ്ജന ശബ്ദമാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എ ആണ് വരേണ്ടത്. ഓക്കെ, എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് കണ്ടെയ്ൻസ് എ ജെറണ്ട്. നമുക്കറിയാം ജെറണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ING ഫോം ആണ്. ING ഫോം ഓഫ് വെർബ് ആണ്, വെർബ് പ്ലസ് ING ആണ്. പക്ഷെ അത് വെർബായിട്ടല്ല ആക്ട് ചെയ്യുന്നത്, പകരം നൗൺ ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ നൗൺ ആയിട്ട് ആക്ട് ചെയ്യുന്ന ING ഫോം ഉള്ള വെർബിനെയാണ് നമ്മൾ ജെറണ്ട് എന്ന് വിളിക്കുന്നത്. ഇവിടെ നോക്കാം, ഹി ഈസ് സ്മോക്കിംഗ് എ സിഗരറ്റ് എന്ന് പറയുമ്പോൾ അവൻ സിഗരറ്റ് വലിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇത് വെർബിനെ സൂചിപ്പിക്കുക, ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ്, ഒരു ക്രിയയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ഇത് വരില്ല. കിരൺ ഈസ് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് എന്ന് പറയുമ്പോൾ കിരൺ പുറത്ത് നിൽക്കുന്നു എന്നാണ്. അപ്പൊ അതും ഒരു പ്രവൃത്തിയാണ്, അപ്പൊ ഇതും വരില്ല. എന്നാൽ സ്വിമ്മിങ് ഈസ് എ ഗുഡ് എക്സസൈസ് എന്ന് പറയുമ്പോൾ നീന്തൽ ഒരു നല്ല എക്സസൈസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സ്വിമ്മിങ്ങിന് ഇവിടെ നൗൺ ആയിട്ടാണ് നിൽക്കുന്നത്. സോ ഇത് നമ്മൾ ജെറണ്ടായിട്ട് പരിഗണിക്കാം. ഈ ഒരു ഓപ്ഷനും കൊണ്ട് നോക്കാം, സ്ക്രീമിങ് അലൗഡ് ഹി റാൻ ഔട്ട് ഓഫ് ദ ഉറക്ക നിലവിളിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ അതും ഒരു പ്രവൃത്തിയാണ്, ഒരു ക്രിയയാണ്, ആക്ഷനാണ്. സോ ഇതും ഒരിക്കലും വരത്തില്ല. അപ്പോൾ ഇവിടെ ശരിയായി വന്നിരിക്കുന്നത് സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. സോ സ്വിമ്മിങ് ഈസ് എ ഗുഡ് എക്സസൈസ് എന്ന് ഈ സ്വിമ്മിങ് ആണ് ശരിയായിട്ടുള്ള ജെറണ്ട്. ജെറണ്ട് എന്ന് എന്താണെന്നറിയാമല്ലോ, എന്താണ്
ING ഫോം ഓഫ് വെർബ് ആയിരിക്കും, പക്ഷെ അത് നൗണിന്റെ റോൾ ആയിരിക്കും ചെയ്യുക. അങ്ങനെ നൗണിന്റെ റോൾ ചെയ്യുന്ന ING ഫോം ഉള്ള വെർബിനെയാണ് നമ്മൾ ജെറണ്ട് എന്ന് വിളിക്കുന്നത്. എന്നാൽ വെർബിന്റെ റോൾ വഹിക്കുന്ന ING ഫോം ഓഫ് വെർബിനെ നമുക്ക് എന്ത് വിളിക്കാം? പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് വിളിക്കാം. അതാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ ജെറണ്ടും തമ്മിലുള്ള വ്യത്യാസം. പ്രസന്റ് പാർട്ടിസിപ്പിൾ പ്യുവർലി പൂർണ്ണമായും വെർബ് തന്നെയായിരിക്കും, അത് ING ഫോമും ആയിരിക്കും. എന്നാൽ ജെറണ്ട് അങ്ങനെയല്ല, അത് ING ഫോം ഓഫ് വെർബ് ആണെങ്കിലും അത് നൗണിന്റെ റോളാണ് വഹിക്കുന്നത്. അങ്ങനെയുള്ള നമ്മൾ ജെറണ്ട് എന്ന് പറയുന്നത്. സോ ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ചൂസ് ദ കറക്റ്റ് സെന്റൻസ് ഫ്രം ദ ചോയ്സസ് ഗിവൺ ബിലോ. ഇവിടെ ഹി എൻറ്റേർഡ് ദ റൂം, ഹി എൻറ്റേർഡ് ഇൻ ടു ദ റൂം, എൻറ്റേർഡ് ബൈ ദ റൂം, എൻറ്റേർഡ് ഇൻ ദ റൂം എന്നാണ് പറഞ്ഞത്. അതായത് അവൻ റൂമിലേക്ക് പ്രവേശിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മിക്കവാറും ഉള്ളവർക്ക് ഈ എൻറ്റേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു ചേർക്കാൻ ഒരു പ്രവണത വരും. അപ്പം അതിനെ മനസ്സിലായിക്കൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യം ഇട്ടിരിക്കുന്നത്. അപ്പം ഒരു ഭൂരിഭാഗം ആൾക്കാരും അല്ലെങ്കിൽ ഇത് അറിയാത്ത ആൾക്കാർ ഇത് എഴുതി വെക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ തെറ്റാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എൻ്റർ എയ്ഡ് ദ റൂം, ഇതാണ് കറക്റ്റ്. അത് എൻ്റേർഡിന് ശേഷം ഇൻറ്റു വരണ്ട. അപ്പോൾ ഒരു റൂമിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് നമ്മൾ ഇൻറ്റു ചേർക്കേണ്ട കാര്യമില്ല. എന്നാൽ നമ്മൾ ഏതെങ്കിലും ഡിസ്കഷൻ, ചർച്ച അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ വി എൻറ്റേർഡ് ഇൻ ടു ദ ഡിസ്കഷൻ എന്ന് പറയാം. ഓക്കെ. എന്നാൽ ഇവിടെ റൂമാണ്. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇൻറ്റു വേണ്ട. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഹി എൻറ്റേർഡ് ദ റൂം എന്നുള്ളതാണ്. ഇവിടെ വേറൊരു പ്രിപ്പോസിഷൻ ആവശ്യം ഇല്ല. അപ്പം ഇത് നമുക്ക് തെറ്റാൻ സാധ്യതയുള്ള ചോദ്യമാണ്. PSC ചോദിച്ചതാണ്. ഓക്കെ. ഇനി അടുത്തത് നോക്കുക. ഫൈൻഡ് ഔട്ട് ദ കോമ്പൗണ്ട് നൗൺ. അത് ഏതാണ്ട് കോമ്പൗണ്ട് നൗൺ. കോമ്പൗണ്ട് നൗൺ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആ നൗണിന്റെ കോമ്പിനേഷൻ ആയിരിക്കും. അത് രണ്ടും കൂടെ ചേർന്ന് വേറൊരു വാക്കിന്റെ അർത്ഥം നൽകുന്നു. അപ്പൊ ഇതിനകത്ത് നൗണിന്റെ കോമ്പിനേഷൻ ഉള്ള ഇത് നോക്കുമ്പോൾ ഇവിടെ ബ്ലോക്കും ഹെഡും ഇത് രണ്ട് നൗൺ ഫോംസ് ആയിട്ട് നമുക്ക് എടുക്കാം. ബ്രെയിൻ നൗൺ ആണെങ്കിലും വാഷ് എന്ന് പറയുമ്പോൾ അത് വെർബായിട്ടാണ് നിൽക്കുന്നത്. ഐസ് കോൾഡ് എന്ന് പറയുമ്പോൾ കോൾഡ് ഇവിടെ നമുക്ക് നൗണായിട്ട് ഉപയോഗിക്കാം. എന്നാൽ ഐസ് ഇവിടെ അഡ്ജക്റ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത്. ഗ്രാസ് ഇവിടെ നൗണായിട്ട് നിൽക്കുന്നെങ്കിലും ഫെഡ് ഇവിടെ ഒരു വെർബായിട്ടാണ് നിൽക്കുന്നത്. സോ ഇവിടെ രണ്ട് നൗണായിട്ട് വന്നിരിക്കുന്നതാണ് ഈ A എന്ന് പറയുന്ന ഓപ്ഷനാണ്. സോ ഇതാണ് കോമ്പൗണ്ട് നൗൺ. അപ്പൊ കോമ്പൗണ്ട് നൗൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നൗണിന്റെ കോമ്പിനേഷൻ ആയിരിക്കും. നൗൺ ഫോം ആയിരിക്കണം ഈ രണ്ട് വാക്കുകൾ. ഒപ്പം തന്നെ അത് വേറൊരു അർത്ഥവും കൂടെ നൽകണം. ഈ കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയുമ്പോൾ അത് ഏത് വാക്കും ആകാം. അത് നൗൺ തന്നെ വേണമെന്നില്ല, അല്ലെ നൗൺ തന്നെ മാത്രം വേണമെന്നില്ല, അത് എന്തും വരാം. അങ്ങനെ ഒരു സമയത്താണ് കോമ്പൗണ്ട് വേർഡ് എന്ന് പറയും. ഓക്കെ. ഇവിടുത്തെ കറക്റ്റ് ആൻസർ A എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 9ാമത്തെ ചോദ്യം. വാട്ട് ഡസ് ദ ടേം IDEST മീൻ? IDEST എന്ന് വെച്ചാൽ എന്താണ്? അതിന് തുല്യമാണ് IEക്ക് തുല്യമാണ്. I ഫുൾ സ്റ്റോപ്പ് E ഫുൾ സ്റ്റോപ്പ് ഇതിന് തുല്യമാണ്. ഇത് രണ്ടിന്റെ അർത്ഥം എന്തായിരിക്കും? ദാറ്റ് ഈസ് എന്നാണ്. എന്താണ്? ദാറ്റ് ഈസ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കുക. മേരി ഈസ് എ ഗുഡ് സ്റ്റുഡൻറ്. ഐ ലാക്ക് ഹെർ ഡാഷ് നേച്ചർ. അതായത് മേരി നല്ലൊരു സ്റ്റുഡൻ്റ് ആണ്, എനിക്ക് അവളുടെ എന്താണ് ഇന്നസെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുട്ടിത്വം നിറഞ്ഞ ആ സ്വഭാവം എനിക്കിഷ്ടം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കുട്ടിത്വം, ഇന്നസെന്റ് എന്നർത്ഥം വരുന്ന വാക്ക്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരും. ചൈൽഡിഷ് ആണോ ചൈൽഡ് ലൈക്ക് ആണോ? നമ്മൾ പലപ്പോഴും ചൈൽഡിഷ് എന്നായിരിക്കും എഴുതി വെക്കാൻ സാധ്യത. ചൈൽഡിഷ് എന്ന് വെച്ചാൽ എന്താ? ബാലിഷ്യമായതെന്നർത്ഥം. ബാലിഷ്യമായതെന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് അനുകൂലിക്കാൻ പറ്റാത്തതാണ്. നമുക്കൊരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്ത കാര്യമാണ് ബാലിഷ്യമായതെന്ന് പറയുന്നത്. അല്ലെ? അത് ചിന്തിക്കാതെ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ ബാലിശ്യം എന്ന് പറയുന്നത്. എന്നാൽ കുട്ടികളെ പോലെ അല്ലെങ്കിൽ ഇന്നസെന്റ് എന്നൊരർത്ഥം തരണമെങ്കിൽ അവിടെ നമ്മൾ ചൈൽഡ് ലൈക്ക് എന്നായിരിക്കണം പറയേണ്ടത്. അപ്പൊ അവിടുത്തെ കോണ്ടെക്സ്റ്റൽ ആയിട്ടുള്ള മീനിങ് വെച്ച് വേണം നമ്മൾ എഴുതാൻ. ഒരു പോസിറ്റീവായിട്ടൊരു വശം പറയും. ഇവിടെ ഐ ലൈക്ക് എന്ന് പറയുമ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഐ ഡോണ്ട് ലൈക്ക് എന്നായിരുന്നെങ്കിലോ നമുക്കിവിടെ ഇങ്ങനെ മേരി ഈസ് എ ഗുഡ് സ്റ്റുഡൻറ് ഒന്നും തന്നിട്ടില്ല, ഇങ്ങനെ മാത്രമേ ഉള്ളൂ. ഐ ഡോണ്ട് ലൈക്ക് ഹെർ ഡാഷ് നേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ വേണമെങ്കിൽ ചൈൽഡിഷ് എഴുതാം. കാരണം നെഗറ്റീവായിട്ടുള്ള ഒരു സംഭവമാണ്, സമീപനമാണ്. എന്നാൽ മേരി ഈസ് എ ഗുഡ് സ്റ്റുഡൻറ്, ഗുഡ് എന്ന് പറയുന്നുണ്ട്. സോ അത് പോസിറ്റീവാണ്. ലൈക്ക് എന്ന് പറയുമ്പോൾ അതും പോസിറ്റീവാണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇന്നസെന്റ് എന്നൊരർത്ഥമാണ്. അങ്ങനെ വരണമെങ്കിൽ നമ്മൾ C ആണ് ഉപയോഗിക്കേണ്ടത്. ചൈൽഡ് ലൈക്ക് നേച്ചർ. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് കണ്ടെയ്ൻസ് എ പാർട്ടിസിപ്പിൾ യൂസ്ഡ് ആസ് ആൻ അഡ്ജക്റ്റീവ്? ഇവിടെ ഈ തന്നിരിക്കുന്ന സെന്റൻസിൽ പാർട്ട് എന്താണ് അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പാർട്ടിസിപ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
നമുക്കറിയാം പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പ്രസന്റ് പാർട്ടിസിപ്പിളും വരും, പാസ്റ്റ് പാർട്ടിസിപ്പിളും വരും. പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമുക്കറിയാം V3 ഫോം. എന്നാൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്തുവാ? വെർ പ്ലസ് ING. ഇതിന് രണ്ടിനും കോമൺ ആയിട്ടാണ് നമ്മൾ പാർട്ടിസിപ്പിൾ ഫോംസ് എന്ന് വിളിക്കുന്നത്, ആണല്ലോ. അപ്പം ഇവിടെ നമുക്ക് പ്രസന്റ് പാർട്ടിസിപ്പിളോ പാസ്റ്റ് പാർട്ടിസിപ്പിളോ വരാം. ഇവിടെ നോക്കുമ്പോൾ ഹീ ഈസ് സ്മോക്കിംഗ് എന്ന് പറയുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. ബ്രോക്കൺ എന്ന് പറയുമ്പോൾ ഇത് V3 ഫോം ആണ്. ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്, അത് V3 ഫോം. അതിലിത് V3 ഫോം ആണ്, ഇതും V3 ഫോം ആണ്. അപ്പം കൂടുതലും നമുക്ക് V3 ഫോംസ് ആണ്. അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് നമുക്ക് ഉള്ളത് ഈ പറഞ്ഞ ഓപ്ഷനിൽ. ഒന്ന് മാത്രം പ്രസന്റ് പാർട്ടിസിപ്പിൾ. ഇവിടെ ചോദ്യം എന്താ? അഡ്ജക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന പാർട്ടിസിപ്പിൾ ഏതെന്നാ. ഇവിടെ നമുക്ക് സ്മോക്കിംഗ് എന്നൊരു വെർബായിട്ടാണ് നിൽക്കുന്നത്, അപ്പൊ ഇത് വരില്ല. ഹീ ഗീവ് മി എ ബ്രോക്കൺ ഗ്ലാസ് എന്ന് പറയുമ്പോൾ എന്താ? പൊട്ടിയ ഗ്ലാസ്. അപ്പൊ ഗ്ലാസ് ഇവിടുത്തെ നൗൺ. അപ്പൊ ആ നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ബ്രോക്കൺ ഉപയോഗിച്ചിരിക്കുന്നത്. അത് അഡ്ജക്റ്റീവ് ആണെന്നേരം ഇത് ഓൾറെഡി പാർട്ടിസിപ്പിൾ ഫോം ആണ്, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അങ്ങനെ അഡ്ജക്റ്റീവ് ആയിട്ട് നിൽക്കുന്നു. അപ്പൊ ഇതാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക, ബ്രോക്കൺ. അപ്പം ഇവിടുത്തെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇവിടെ നോക്കുമ്പോൾ ഇത് വെർബായിട്ട് തന്നെയാണ് നിൽക്കുന്നത്, ഇതും വെർബായിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ ഇതിവിടെ എന്തായിട്ട് നിൽക്കുന്നു? വെർബ് ഫോം ആണെങ്കിലും ഇത് അഡ്ജക്റ്റീവ് ആയിട്ട് നിലനിൽക്കുന്നു. ഓക്കെ, ബ്രോക്കൺ ഗ്ലാസ്, പൊട്ടിയ ഗ്ലാസ്. എങ്ങനെയുള്ള ഗ്ലാസ്? പൊട്ടിയ ഗ്ലാസ്. അപ്പം ആ ഗ്ലാസിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് ബ്രോക്കൺ ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രോക്കൺ V3 ആണ്, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. പൊതുവെ നമുക്കതിനെ പാർട്ടിസിപ്പിൾ എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ PSC ചോദിക്കും, നമ്മൾ കരുതിയിരിക്കുക. ഓക്കെ, അപ്പം അടുത്ത് നോക്കുക. പിക്ക് ഔട്ട് ദ കറക്റ്റ് സെന്റൻസ് ഫ്രോം ദ ചോയ്സസ് ഗിവൺ. നോക്കുക. I went to the hospital to consult my physician. I went to a hospital to consult my physician. I went to an hospital to consult my physician. I went to hospital to consult my physician. അപ്പോൾ നമ്മളിവിടെ ഗോ ടുവിൻ്റെ ഉപയോഗമാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഗോ ടു എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ഥലത്തേക്കാണല്ലോ പോകുന്നത്, ഗോ ടു. അപ്പോൾ നമ്മൾ ഇവിടെ പ്ലേസ് ആണെങ്കിൽ നമ്മൾ അടുത്തായിട്ട് എഴുതാൻ പോവുക. അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകുന്നതിന് അതിൻ്റെ പ്രധാന ലക്ഷ്യമുണ്ട്, സെക്കൻഡറി ആയിട്ടുള്ള ലക്ഷ്യമുണ്ട്. ഇവിടെ ഹോസ്പിറ്റലിൽ പോയെന്നാണ് പറയുന്നത്. ഹോസ്പിറ്റലിൽ പോകുന്നത് എന്തിനു വേണ്ടിയാ? ഡോക്ടറിനെ കാണാൻ വേണ്ടി. അപ്പൊ ഇവിടെ ഡോക്ടറിനെ കാണാൻ പോകുന്നു എന്നുള്ള, അല്ലെങ്കിൽ പോയി എന്നുള്ളതിന്റെ പ്രധാന ലക്ഷ്യത്തിലാണ് പറയുന്നത്. ആ പ്രൈമറി എയിം വെച്ച് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അവിടെ ആർട്ടിക്കിൾസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. എയോ ആനോ ദായോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. നേരിട്ട് ഡയറക്റ്റ് ആ പ്ലേസ് അങ്ങ് പറഞ്ഞാൽ മതി. അപ്പൊ ഇവിടെ ഗോ ടു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ സെക്കൻഡറി ആയിട്ടുള്ള ലക്ഷ്യത്തിന് പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ദ ചേർക്കണം. ആ സ്ഥലത്തിന് മുന്നിൽ ദ ചേർക്കണം. ഇവിടെ ഉദാഹരണത്തിന് I want to hospital to visit my ഫ്രണ്ട് എന്നായിരുന്നെങ്കിൽ I went to the hospital എന്നാണ് പറയേണ്ടത്. എൻ്റെ ഫ്രണ്ടിനെ വിസിറ്റ് ചെയ്യാൻ പോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇവിടെ ദ ചേർക്കണം, ദ ഹോസ്പിറ്റൽ എന്ന് പറയണം. എന്നാൽ ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. ഇവിടെ എൻ്റെ ഫിസിഷ്യൻ്റെ ഡോക്ടറിനെ കാണാൻ പോകുന്നതാണ് പറയുന്നത്. ഇപ്പൊ കൺസൾട്ട് ചെയ്യാൻ. അപ്പൊ അത് പ്രൈമറി പർപ്പസ് ആണ്, പ്രധാന ലക്ഷ്യമാണ്. സോ നമുക്കിവിടെ ഒന്നും വരാൻ പാടില്ല, ടു ഹോസ്പിറ്റലിനെ വരാവൂ. അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇവിടെ ദ വന്നു, തെറ്റ്. ഇവിടെ എ വന്നു, ഇവിടെ ആൻ വന്നു. അപ്പം ആർട്ടിക്കിൾസ് ഒന്നും വരാൻ പാടില്ല. എങ്ങനെ? പ്രൈമറി പർപ്പസ് ആണ്, പ്രധാന ഇമ്പോർട്ടന്റ് പർപ്പസ് ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കുക. സംതിങ് ബിറ്റർ ആൻഡ് ഡാഷ് ടേസ്റ്റിംഗ് വാസ് കമ്മിങ് അപ്പ് ഇൻ മൈ മൗത്ത്. ഇവിടെ എന്താണ്? വളരെ ബിറ്ററും അതുപോലെ തന്നെ അൺപ്ലസന്റുമായിട്ടുള്ള ടേസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അൺപ്ലസന്റ് എന്നൊരർത്ഥം വരുന്ന വാക്കാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഇവിടെ വൈൽ, വെയിൽ, വെയിൽ, വെയിൽ എന്നൊക്കെ കിടപ്പുണ്ട്. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യമാണ്. തീർച്ചയായിട്ടും നമുക്കിവിടെ നമ്മുടെ മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യത ഉള്ള തരത്തിലുള്ള ചോദ്യങ്ങളാണ് PSC തന്നിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളെ നമ്മൾ ഇനി പ്രതീക്ഷിക്കാവൂ നമ്മൾ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക്. ഓക്കെ, അപ്പൊ അത്രയ്ക്കും എന്താണ് മത്സരം, വളരെ കോമ്പറ്റീഷൻ നിറഞ്ഞ എക്സാം തന്നെയായിരിക്കും. നമുക്കറിയാമല്ലോ PSCക്ക് ഇപ്പം നമ്മളെയൊന്നും വേണ്ട അല്ലേ, കൂടുതൽ ഉദ്യോഗാർത്ഥികളൊന്നും വേണ്ട, പരിമിതമായ ആൾക്കാരെ മതി. അപ്പം അതുകൊണ്ട് തന്നെ PSCയുടെ എല്ലാ പരീക്ഷയുടെയും ചോദ്യങ്ങൾ അത്രത്തോളം കട്ടിയുള്ള, വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. അത് തന്നെ നമ്മൾ പാസ്സായി അതിനകത്തൊരു മെയിൻ റാങ്ക് ലിസ്റ്റിൽ പെട്ട് മെയിൻ ലിസ്റ്റിനകത്ത് ഒരു 100-നകത്ത് വന്നാൽ പോലും
നമുക്കിപ്പം ജോലി കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റാത്ത സാഹചര്യമാണ് നമ്മുടെ മുന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പല ഡിപ്പാർട്ട്മെന്റിലും എന്താണ് സംഭവിക്കുന്നത്, റാങ്ക് ലിസ്റ്റ് ഉണ്ടെങ്കിലും എന്താണ് കോൺട്രാക്ട് ബേസിൽ ആൾക്കാരെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ സ്ഥിതിയൊക്കെ മാറും. നമ്മൾ നല്ല ഭാവിക്ക് വേണ്ടി നല്ല എന്താണ് ഇതിനു വേണ്ടി നമ്മൾ എപ്പോഴും പ്രത്യാശ ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മളങ്ങനെ നിരാശപ്പെടുകയൊന്നും വേണ്ട, നമ്മൾ പഠിക്കുക, ഈ സാഹചര്യങ്ങളെല്ലാം മാറും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ അർത്ഥം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞില്ല അൺപ്ലസന്റ് എന്ന അർത്ഥം വരണമെങ്കിൽ അതേതാ, വൈലാണ്, VILE, വൈ. വേൽ എന്ന് വെച്ചാൽ എന്താ, വാലി എന്നർത്ഥം. അത് കവിതകളിലൊക്കെ വാലി എന്ന് പറയുന്ന പകരം പോയറ്റ്സ് വേൽ എന്ന് ഉപയോഗിക്കും. വാലി, താഴ്വര. ഇനി ഈ വേലിൻ്റെ അർത്ഥം എന്താ, നമ്മളെന്തെങ്കിലും എന്താണ് റെസ്പെക്ട്, ആദരപൂർവ്വം നമ്മൾ ഏതെങ്കിലും ഇപ്പം തൊപ്പിയൊക്കെ നമ്മൾ ഇതിന് ഊരത്തിൽ, അപ്പം അങ്ങനെ ആ ടേക്ക് ഓഫ് റിമൂവ് ചെയ്യുന്നത് നമ്മൾ വെയിൽ, അവിടെ റിമൂവ് എന്നർത്ഥം ഈ വെയിലിൻ്റെ അർത്ഥം, VAIL. എന്നാൽ ഈ VEIL വെയിലിൻ്റെ അർത്ഥം മൂടുപടം, അല്ലെ, മൂടുപടം എന്നാണ് VEIL എന്ന് പറയുന്ന വെയിലിൻ്റെ അർത്ഥം, VEIL. ഇവിടെ കറക്റ്റ് വരിക ഈ A എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യം നോക്കുക, ഇൻസെർട്ട് സ്യൂട്ടബിൾ ആർട്ടിക്കിൾസ്. ഇവിടെ ടൈഗറിനെയും ലയണിനെയും തമ്മിലുള്ള ഒരു പരാമർശമാണ്. ഇപ്പൊ ടൈഗറും ടൈഗറും ലയണും ഒരേ എന്താണ് സൈസുള്ള ആളാണെന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ടൈഗറിനെ കുറിച്ചാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലയണിനെ കുറിച്ചാണോ പറയുന്നത്? അല്ല, ആ സ്പീഷ്യസിനെയാണ് പറയുന്നത്, ആ വർഗത്തെ. അപ്പൊ വർഗത്തെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ മുന്നിൽ നമ്മൾ ദ ഉപയോഗിക്കണം, രണ്ടിന്റെയും മുന്നിൽ. അപ്പൊ ദ ടൈഗർ, ദ ലയൺ. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ഏതാ? ഇവിടെ നോക്കുക, ദ ടൈഗർ ആൻ അനിമൽ ഈക്വൽ ടു ദ ലയൺ ഇൻ സൈസ്. അപ്പം ദ ടൈഗർ, ഇവിടെ ദ വരണം, ഇവിടെ ആൻ വരണം, ഇവിടെ ദ വരണം. എ നേറ്റീവ്, ഇപ്പൊ ദ ആൻഡ് ദ ഐ, അങ്ങനെ വന്നിരിക്കുന്ന ഏതാ നോക്കുക, ദ ആൻഡ് ദ എ. ഇതാണ് കറക്റ്റ് ആൻസർ. ഇതെന്ന് പറയുമ്പോൾ 2ID. ഓക്കെ, ഇതാണ് ശരിയായിട്ട് വരിക. അടുത്ത ചോദ്യം നോക്കുക, സ്റ്റേറ്റ് വെദർ ദ ഇറ്റാലിസിസ്റ്റ് ഈസ് എ ഡൈനാമിക് വെർബ് ഓർ എ സ്റ്റേറ്റീവ് വെർബ്. അപ്പോൾ ഡൈനാമിക് വെർബ് ആണോ സ്റ്റേറ്റീവ് വെർബ്? അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കണം. എന്താണ് ഡൈനാമിക് വെർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആക്ഷൻ വെർബ്സിനെ നമ്മൾ ഡൈനാമിക് വെർബ് എന്ന് പറയുന്നത്. എന്നാൽ സ്റ്റേറ്റീവ് വെർബ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരവസ്ഥയെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ആക്ഷൻ വെർബിനെ സൂചിപ്പിക്കുന്നത് ഡൈനാമിക്കും, സ്റ്റേറ്റീവ് വെർബ് എന്ന് പറയുമ്പോൾ ഒരു അവസ്ഥ, അല്ലേ, സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിനെ സൂചിപ്പിക്കുന്ന വെർബ്. ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഡൈനാമിക് ആൻഡ് സ്റ്റേറ്റീവ് വെർബ്സ് സീം വെരി കൺഫ്യൂസിങ് ടു സം പീപ്പിൾ. അതായത് ഡൈനാമിക്കും അതുപോലെ സ്റ്റേറ്റീവ് വെർബ്സും പലർക്കും കൺഫ്യൂസിങ് ആണെന്ന് തോന്നുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സീം എന്ന് വെച്ചാൽ തോന്നുക. ഇപ്പൊ തോന്നുക എന്ന് പറയുന്നത് അവസ്ഥയാണല്ലോ, അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള വരുമ്പോൾ തീർച്ചയായിട്ടും ഇതെന്തായിരിക്കും? ഒരു സ്റ്റേറ്റീവ് വെർബായിരിക്കും. ഇപ്പൊ അപ്പിയർ, സീം, അല്ലെ, ടേസ്റ്റ്, ഇതൊക്കെ പറയുമ്പോൾ എന്താണ്? സ്റ്റേറ്റീവ് വെർബിൽ പെടുന്നതാണ്. സോ സ്റ്റേറ്റീവ് ആണ് കറക്റ്റ് ആൻസർ. ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് B എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. ഇൻസെർട്ട് ആർട്ടിക്കിൾസ് വെയർ എവർ നെസസറി. ഹി ഈസ് എ യൂറോപ്യൻ സ്റ്റുഡൻറ്. മനസ്സിലാക്കി, ഇവിടെ എ യൂറോപ്യൻ എന്നാണ് പറയേണ്ടത്. നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തത് E ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു സ്പെല്ലിംഗ് നോക്കിയല്ല പറയേണ്ടത്, ഉച്ചാരണം വരുന്ന സമയം ഇവിടെ യൂറോപ്യൻ, യൂറോപ്യൻ, യു എന്നാണ് പറഞ്ഞത്, യു. അപ്പൊ യാ എന്നുള്ള കോൺസണന്റ് ആണ്. സോ അങ്ങനെ സമയത്ത് നമ്മൾ A ആണ് ഉപയോഗിക്കേണ്ടത്. ഹി ഈസ് എ യൂറോപ്യൻ സ്റ്റുഡൻറ്. ഹി ഹാസ് ടു ഗോ ടു ഡാഷ് ഹോസ്പിറ്റൽ ആസ് ഹി ഈസ് ഇൽ. ഇവിടെ നോക്കുമ്പോൾ ഇൽ, അവന് അസുഖമാണ്, അതുകൊണ്ട് അവന് ഹോസ്പിറ്റലിൽ പോകാനുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, പ്രൈമറി പർപ്പസ് ആണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാന ലക്ഷ്യമാണെങ്കിൽ നമ്മൾ ഒന്നും ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ ഇച്ചിരി ഡിഫറൻറ്റാണ്. ഇത് നമ്മളെ ചതിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് ഈ ഗോറ്റ് വെച്ച് മാത്രം പഠിച്ചുകൊണ്ട് പോകും. നോക്കുമ്പോൾ ഇല്ലാണ്, അപ്പോൾ അവന് ഹോസ്പിറ്റലിൽ പോവുകയാണ്. സോ ഇവിടെ ഒന്നും ചേർക്കാൻ പാടില്ല. ഹി ഹാസ് ടു ഗോ ടു ഹോസ്പിറ്റൽ എന്ന് എഴുതി വെക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ അങ്ങനൊന്നും ഇല്ല, അല്ലേ? അതായത് ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമുള്ള ഓപ്ഷൻസ് ഒന്നും ഇവിടെ
കാണാനില്ല. അപ്പൊ നമുക്ക് ആ കൺഫ്യൂഷൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത്തില് ഗോയ്ക്ക് തൊട്ട് മുമ്പ് ഇത്തരത്തിൽ ഹാസ് ടു, ഹാവ് ടു, ഹാഡ് ടു, വിൽ ഹാവ് ടു അല്ലെങ്കിൽ ഷാൾ ഹാവ് ടു എന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ വന്നാൽ അതൊരു പ്രൈമറി പർപ്പസ് ആണെങ്കിലും അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കാവൂ? എ ആണ് ഉപയോഗിക്കുന്നത്. മറ്റേടത്ത് നമ്മൾ എന്തായിരുന്നു ഉപയോഗിക്കുന്നത്? ദ ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ പ്രൈമറി പർപ്പസ് അല്ലെങ്കിൽ ദായും, പ്രൈമറി പർപ്പസ് ആണെങ്കിൽ നമ്മളവിടെ ഒന്നും ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ ഇത് പ്രൈമറി പർപ്പസ് ആണ്. പക്ഷെ എന്ത് സംഭവിച്ചു? ഗോ എന്ന് പറയുന്ന വെർബിന് മുമ്പ് ഇത്തരത്തിൽ ഹാസ് ടു, ഹാവ് ടു, ഹാഡ് ടു, വിൽ ഹാവ് ടു, ഷാൾ ഹാവ് ടു, മേ ഹാവ് ടു. അപ്പൊ എന്തും വന്നോട്ടെ, അങ്ങനെയൊക്കെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഗോയ്ക്കും സബ്ജക്റ്റിനും ഗോയ്ക്കും മുമ്പിൽ ഇത്തരത്തിൽ സഹായക്രിയകൾ പോലെ തോന്നുന്ന എന്തെങ്കിലും വരികയാണെങ്കിൽ അത് പ്രൈമറി പർപ്പസ് ആണെങ്കിലും നമ്മളവിടെ എ ഉപയോഗിക്കണം. അത്ര ഉള്ള കാര്യം. അപ്പോൾ എന്തായിരിക്കും? ഹി ഈസ് എ യൂറോപ്യൻ സ്റ്റുഡൻറ്. ഹി ഹാസ് ടു ഗോ ടു എ ഹോസ്പിറ്റൽ ആസ് ഹി ഈസ് ഇൽ. അപ്പൊ എ ആണ് വരേണ്ടത്. അപ്പൊ രണ്ടിടത്ത് എ വന്നിരിക്കുന്ന ഏതാ നോക്കുമ്പോൾ താണ്ടി സി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഇവിടെ തന്നിരിക്കുന്നത് ശരിയായ സ്പെല്ലിംഗ് ഏത്? ഇത് നമ്മളെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. കാരണം റൈറ്റ്സ് നമുക്കറിയാം, അവകാശങ്ങൾ. ആ റൈറ്റ്സ് നമുക്കറിയാം, എഴുതുക അല്ലെങ്കിൽ എഴുതുന്നു. ഈ റൈറ്റ്സിന്റെ അർത്ഥം എന്താ? WRIGHT റൈറ്റ്സ്. കാർപ്പൻറ്റർ എന്നൊരു അർത്ഥമുണ്ട്. എന്നാൽ പ്ലേ റൈറ്റ് എന്ന് പറയുമ്പോൾ നാടകകൃത്ത് എന്ന് വരും. ഓക്കെ, ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ റൈറ്റ്സ് എന്താ? ആചാരങ്ങൾ. അപ്പൊ ഇവിടെ ദേ പെർഫോം ദ ലാസ്റ്റ് ഡാഷ് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ബിഫോർ ദ ബോഡി വാസ് ക്രമേറ്റഡ്. അതായത് ആ ബോഡി ക്രമേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവരെല്ലാ ആചാരങ്ങളും അവർ നടത്തില്ല. അപ്പൊ ഇവിടെ ഈ റൈറ്റ്സ് ആണ് വരേണ്ടത്. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഐഡന്റിഫൈ സെന്റൻസ് വിച്ച് ഇസ് ഇൻ ദ പാസീവ് വോയിസ്. പാസീവ് വോയിസിൽ തന്നിരിക്കുന്ന സെന്റൻസ് ഏത്? നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താ? ബൈ പ്ലസ് സബ്ജക്റ്റ് എന്ന് കണ്ടാൽ അത് പാസീവ് ഫോം ആണ്. അതാണ് എളുപ്പ വഴി എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ബൈ പ്ലസ് സബ്ജക്റ്റ് ഉണ്ടോ? ഏറ്റവും അവസാനം ഒരു സെന്റൻസിന്റെ ഏറ്റവും അവസാനം ബൈ പ്ലസ് സബ്ജക്റ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാസീവ് വോയിസ് ആണ് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണ് അത് മാത്രം പഠിച്ചുകൊണ്ടായിരിക്കും നമ്മൾ പോവുക. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ അങ്ങനെ ബൈ പ്ലസ് സബ്ജക്റ്റ് എന്ന് എങ്ങും തന്നിട്ടില്ല ഏറ്റവും അവസാനം. സോ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി. അപ്പൊ ഇതിനകത്ത് ഏതായിരിക്കും? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലായ്പ്പോഴും ഇത്തരത്തിൽ ബൈ പ്ലസ് സബ്ജക്റ്റിനെ ആശ്രയിച്ച് അല്ലെങ്കിൽ ഏറ്റവും അവസാനം ബൈ പ്ലസ് സബ്ജക്റ്റ് വരും എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് വെർബ് ഫോമിനെയാണ്. നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിന്റെ വെർബ് ഫോം ബി അല്ലെങ്കിൽ ബി ഫോംസ്, ബിയോ അല്ലെങ്കിൽ ബിയുടെ രൂപങ്ങളോ പ്ലസ് V3 എന്ന രീതി വരികയാണെങ്കിൽ അത് പാസീവ് ഫോം ആയിരിക്കും. ബി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അല്ലെങ്കിൽ അതിന്റെ രൂപങ്ങൾ എന്ന് പറയുമ്പോൾ ഈസ്, ആം, ആർ, വാസ്, വെയർ, ഹാസ് ബീൻ, ഹാവ് ബീൻ, ഹാഡ് ബീൻ, ബീൻ, ബി ഇങ്ങനെ വരികയോ അല്ലെങ്കിൽ ബി ആയിട്ട് തന്നെ വരികയോ ചെയ്യുക. എന്നിട്ട് അതിനുശേഷം V3 ഫോം വരിക. ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും പാസീവ് ഫോം ആയിരിക്കും. ഇവിടെ നമ്മൾ ഹാസ് റിസർവ്ഡ് എന്നാണ് വന്നിരിക്കുന്നത്. ഇത് പാസീവ് അല്ല. ഹാഡ് ഫിനിഷ് എന്ന് പറയുമ്പോൾ ഹാഡ് ബി ഫോം അല്ല. ഹാസ് ഹാഡ് ഒന്ന് ബി ഫോം അല്ല. ഹാസ് ബീൻ, ഹാഡ് ബീൻ എന്നായിരുന്നെങ്കിൽ അത് ബി ഫോം ആയി വന്നേനെ. അപ്പൊ നമുക്കിതിനെ പാസീവ് എന്ന് പറയാമായിരുന്നു. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ ഷാൾ ഇൻഫോം എന്ന് പറയുമ്പോൾ ഇത് ഷാൾ ആണ്, ബിയുടെ ഫോം അല്ല. ഇത് V1 ആണ്, ഇതുമല്ല. ഇവിടെ നോക്കുമ്പോൾ ബി പ്ലസ് V3, ബി ഇൻവൈറ്റഡ്, ബി പ്ലസ് V3. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പാസീവ് ഫോം ആണ്. അപ്പോൾ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത് നോക്കുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് ആൻ ആർട്ടിക്കിൾ. രമേഷ് ഈസ് ഡാഷ് MBA ഗ്രാജുവേറ്റ്. നമ്മളിവിടെ എം നോക്കും. സ്പെല്ലിംഗ് നോക്കി കഴിഞ്ഞാൽ എം നമുക്കറിയാം ഒരു കോൺസണന്റ് ആണ്. സോ നമ്മളിവിടെ എ എടുത്ത് എഴുതും. എന്നാൽ ഇവിടുത്തെ ഉച്ചാരണം എങ്ങനെ ആയിരിക്കും? MBA എന്ന ഈ എം ഉച്ചരിക്കണമെങ്കിൽ നമ്മൾ എ എന്ന് പറയണം. എം എന്നാ പറയുന്നത്. അപ്പൊ എ എന്ന് പറയുമ്പോൾ എന്താണ്? എന്ത് ശബ്ദമാണ്? വവലിന്റെ സൗണ്ട് ആണ്. സോ അവിടെ നമ്മൾ ആൻ ആയിരിക്കണം ഉപയോഗിക്കുന്നത്. രമേഷ് ഈസ് ആൻ MBA ഗ്രാജുവേറ്റ് എന്നാണ് പറയേണ്ടത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സൂപ്പർ സ്റ്റാർസ് വിസിറ്റ് വാസ് എ ഡാഷ് മൊമെന്റ് ഫോർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? വളരെ സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ ഏറ്റവും അനർഘമായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു എന്ന് ഉദ്ദേശിക്കുന്നു. ആ സൂപ്പർ സ്റ്റാറിന്റെ വിസിറ്റ് വളരെ സന്തോഷകരമായിട്ടുള്ള, വളരെ ഏറ്റവും വലിയ അല്ലെങ്കിൽ വളരെ അനർഘമായിട്ടുള്ള നിമിഷം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏതായിരിക്കണം ഇവിടെ ഉപയോഗിക്കേണ്ടത്? നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. പലപ്പോഴും നമ്മൾ ഹിസ്റ്റോറിക്കലാണോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിസ്റ്റോറിക്കൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. ചരിത്ര പ്രാധാന്യം അല്ലെങ്കിൽ ചരിത്ര റിലേറ്റഡ് ടു ഹിസ്റ്ററിയാണ് ഹിസ്റ്റോറിക്കൽ. ഹിസ്റ്റോറിക്കൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? റിലേറ്റഡ് ടു ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്.
പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഏറ്റവും സുന്ദരമായ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും അനർഘ നിമിഷം എന്നൊക്കെ പറയത്തില്ലേ? അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഹിസ്റ്റോറിക് എന്നായിരിക്കണം പറയേണ്ടത്. ഹിസ്റ്റോറിക്, ഇതാണ് കറക്റ്റ് ആൻസർ. ഹിസ്റ്ററി നമുക്കറിയാം. ഇനി ഹിസ്ട്രോണിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? തിയേറ്ററിക്കൽ അല്ലെങ്കിൽ ഡ്രമാറ്റിക് അല്ലെങ്കിൽ ഇമോഷണൽ എന്നൊക്കെയാണ് അർത്ഥം. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഈ പറയുന്ന ക്ലാസ് ഞാൻ ഉൾപ്പെടുത്തിയിരുന്നത്. തീർച്ചയായിട്ടും ഓരോ ചോദ്യങ്ങളും ഓരോ രീതിയിൽ നമ്മളെ ചതിക്കുന്നതും നമ്മളെ തെറ്റിപ്പിക്കുന്നതുമായിട്ടുള്ള കെണികൾ ഒരുക്കി വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ PSC ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 2024 ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ. നമ്മൾ 2025 വരുന്ന സമയത്ത് നമ്മുടെ കോമൺ പ്രിലിമിനറി 2025 ഡിഗ്രി ലെവൽ പരീക്ഷയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചോദ്യത്തിന്റെ കാഠിന്യം കൂടും. നമ്മൾ മനസ്സിലാക്കുക, PSCക്ക് നമ്മളെ വേണ്ട, നമുക്കാണ് PSC ജോലി വേണ്ടുന്നത്. സോ നമ്മൾ അത് കിട്ടുവാൻ വേണ്ടി നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള റാങ്ക് നമ്മൾ വാങ്ങിക്കാൻ ശ്രമിക്കുക. കഴിവെന്നത് 10-നകത്ത് വരുന്ന റാങ്ക് നമ്മൾ വാങ്ങിക്കാൻ ശ്രമിക്കുക എല്ലാവരും. അത്തരത്തിലുള്ള പഠനമായിരിക്കണം നമുക്ക് വേണ്ടുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായി ഞാൻ കരുതുന്നു. നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ, രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയുള്ള ക്ലാസ്സസ് ഓൾറെഡി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ആ ക്ലാസ് ലഭിക്കാൻ വേണ്ടി താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിരിക്കുന്ന എല്ലാ ക്ലാസ്സുകളും കാണുവാൻ വേണ്ടി താഴെ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കാണാവുന്ന ക്ലാസ്. ഇനി നമ്മൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളുമായി വരുന്നതായിരിക്കും. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള ഒരു കമൻറ്റ് താഴെ കൊടുക്കുക. എന്തൊക്കെ സജഷൻസ് ആണ് നിങ്ങൾക്കുള്ളത് ആ രീതിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ചോദ്യത്തിലെ എക്സ്പ്ലനേഷൻ വ്യക്തമല്ലെങ്കിൽ അതും കൂടെ കമൻറ്റ് ബോക്സിൽ കുറിക്കുക. ഓക്കെ, ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടും, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് പ്രയോജനപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്.